അതെ 2024 എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് ഞാൻ അവിടെ കാണിച്ചേക്കാൻ പോകുന്നത്. സംഗതി നമ്മളെ കോളേജ് ടൂറാണ്. പക്ഷേ ഞാനൊരിക്കലും ഒരു വീഡിയോ വ്ളോഗിന് വേണ്ടി എടുത്തതല്ലെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള യാതൊരു പ്രൊഫഷൻസും ഇതിലുണ്ടാവില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ മെമ്മറബിൾ വീഡിയോസ് ഗൈസ്. അതുകൊണ്ട് കാണേണ്ടവർക്ക് കാണാം, കാണേണ്ടാത്തവർക്ക് കാണണ്ട. ഞാൻ എൻ്റെ വെറുതെ ഓർമ്മകൾക്ക് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ എടുത്തിരുന്നത്. അതുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഞങ്ങൾ ബസ്സും കാത്ത് നിൽക്കേണ്ട. മാത്രമല്ല ആ ഒരു അസുലഭ നിമിഷത്തിൽ ഞങ്ങളെ സ്വന്തം മിസ്സായ മമതാ ബസ്സിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറി നടന്നു സുഹൃത്തുക്കളെ. പിന്നീട് ആ കേക്ക് മുറിച്ച് തിന്ന് നിന്നപ്പോഴാണ് ഞങ്ങൾ ബസ് എത്തിയത്. കണ്ട ഇനി ശേഷം സീനുകൾ നമുക്ക് ബസ്സിന്റെ ഉള്ളിൽ നിന്ന് കാണാം. ആദ്യ ദിവസം ബസ്സിൽ സംഭവിച്ചത്. അങ്ങനെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് അവസാനത്തിന് ശേഷം ഞങ്ങൾ കൂട്ടത്തിലെ ഒരു സഹോദരൻ മൈക്കെടുത്ത് ഒരു പാട്ട് പാടി. ശേഷം സംഭവിച്ചത് പിന്നീട് ആ പാട്ടിന്റെ പവർ കൊണ്ട് ബസ് എവിടെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാവരും ഫുഡ് കിട്ടിയാൽ അറ്റാക്ക് തുടങ്ങാമെന്നുള്ള അതികഠിനമായ കാത്തിരിപ്പിലാണെന്നേ. അങ്ങനെ നമ്മളെ സാധനത്തി നമ്മൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവർ അറ്റാക്ക് തുടങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ ലണ്ടനിലോട്ട്. നമ്മളെ ബസ്സിന്റെ പേരാണ്ട. നമ്മൾ പോകുന്നത് ലണ്ടനിലോട്ട്. അല്ലെങ്കിൽ മടക്ക് ക്ഷീണം വരുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ പുറത്തിറങ്ങി ചായ കുടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതായിട്ട് നമ്മളെ ബസ്. ഇന്ന് നമ്മൾ ഇതിലാണ് ഉറക്കം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഉറങ്ങി നീക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല മഞ്ഞുണ്ട്. നമ്മളെ പുറത്തെ വ്യൂ ഞാൻ കാണിച്ചു തരട്ടെ. കണ്ട ഗൈസ്, ആഹാ ഫുൾ മഞ്ഞാണ്, അടിപൊളി. ഇതാണ് മഞ്ഞും പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ അതിസുന്ദരമായ കേരളം. അയ്യോ കേരളം കേട്ടാ, കർണാടകയാണ്. നമ്മളിനി ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ ഇന്നലെ നമ്മളൊരു ആനക്കുട്ടിനെ കണ്ടിട്ടാ. ഗൈസ് അങ്ങനെ നമ്മൾ റൂമിലെത്തി അങ്ങനെ ഫ്രഷ് ആയി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതെ ഇതാണ് നമ്മുടെ റൂം. ഇനി നമുക്ക് ട്രക്കിങ്ങിന് പോവാം. ഇതാണ് നമ്മുടെ ട്രക്കിംഗ് വാഹനം. ഇൻ വ്യൂ ഓഫ് ഇൻസൈഡ് ആൻഡ് ദിസ് ഈസ് ദ ഔട്ട് സൈഡ്. ഇതും നമ്മളെ പിള്ളേർ കേട്ടാ. ട്രക്കിങ്ങിന് പോകാൻ പോവുകയാണ്. അതിഭയങ്കരമായ ഒരു ട്രക്കിംഗ് ആണ് സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ. A few moments later. ഓ ഗൈസ് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. കണ്ട ഹൗ വാട്ട് എ ബ്യൂട്ടിഫുൾ. വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു. നമ്മൾ ഒരുപാട് മലകൾ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തു. എന്തായാലും നല്ല വൈബായിരുന്നു ഗൈസ്. ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായി. പക്ഷെ ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തില്ലെന്നേ. ഫുഡ് അടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഫുഡായിട്ട് നമ്മൾ ചിക്കനും ചോറൊക്കെ കുറെ കയറ്റി. ഇതേ ഇവിടെ നിന്നാട്ട് നമ്മൾ കഴിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തെറിച്ച് പോണേക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ പോയി അതും കണ്ട് നിന്ന്. കണ്ട വലിയ രസമൊന്നും ഇല്ലല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റൂമിൽ പോയി അവിടെ നിന്ന് ഫ്രഷ് ആയി ഞങ്ങൾ ചായ കുടിക്കാറുകയാണ് സുഹൃത്തുക്കളെ. പിന്നീട് ഞങ്ങൾ വീണ്ടും റൂമിലെത്തി. ഒരുപാട് രസകരമായ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. എടുത്തത് ഇടാനും പറ്റില്ല. അതുകൊണ്ട് അത് എന്നും ഒരു ഖേദമായി എൻ്റെ മനസ്സിൽ കിടക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ശേഷം പിറ്റേ ദിവസം നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. പോവുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും ബസ്സിലെത്തി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാന്ന്.
കിടന്ന് മാത്രം നമ്മൾ തുള്ളിയാൽ പോരല്ലോ, നാട്ടുകാരോട് അറിയട്ടെ. ഇവിടെ അവിടുന്ന് ബോട്ടിങ്, കയാക്കിങ്, ബനാന റൈഡ് തുടങ്ങിയ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ അവിടെ നമ്മൾ നീന്തി കുളിച്ച് അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എത്തിച്ചേർന്നത് പുണ്യപുരാതനമായ ഒരു സ്ഥലത്തേക്കാണ് സുഹൃത്തുക്കളെ. ശേഷം വീണ്ടും നമ്മൾ ബസ്സിലെത്തി വീണ്ടും നമ്മുടെ കലാപരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. പിറ്റേ ദിവസം അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലോട്ടുള്ള യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് ഉഡുപ്പി ഐലൻഡ്. ഇപ്പം ഞങ്ങൾ ബീച്ചിൽ ബോട്ടും കാത്തൊക്കെയാണ് അങ്ങോട്ട് പോകാനേ. അങ്ങനെ നമ്മളെ ബോട്ടൊക്കെ എത്തി, നമ്മളെ പിള്ളേരൊക്കെ എത്തി കയറി ഇനി നേരെ ഐലൻഡിലോട്ട്. അങ്ങനെ നമ്മൾ ഐലൻഡിലോട്ട് എത്തി. ഇവിടെ കുറേ നേരം ചില്ല് ചെയ്ത് നടന്ന്, കുറേ നേരം കറങ്ങി നടന്ന്, കുറേ നേരം ഫോട്ടോസ് എടുത്ത്, പിന്നീട് അവിടുത്തെ ബീച്ചിൽ പോയി പർച്ചേസൊക്കെ ചെയ്ത് പിന്നെ നേരെ നമ്മൾ ബസ്സിൽ കയറി നമ്മളെ കുടുംബത്തിലോട്ട് വിട്ട് ഗൈസ്.